ഒരു ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലൊക്കെ പഠിച്ചാൽ IIT-യിൽ ഒക്കെ എത്താൻ സാധിക്കുമോ, അതൊക്കെ പ്രയാസമല്ലേ എന്ന് കഴിഞ്ഞ വീഡിയോക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. എത്താൻ പറ്റുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ +1 +2 പഠിച്ചത് PKM ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞൊരു എയ്ഡഡ് സ്കൂളിലാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് നോൺ നെഗോഷ്യബിൾ ആണ്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് NCERT ബുക്സ് നിങ്ങളുടെ ബേസ് ആയിട്ട് എസ്പെഷ്യലി മാത്സിലും കെമിസ്ട്രിയിലും നിങ്ങൾ എടുക്കണം. മാത്സിലാണെങ്കിൽ NCERT-യിലുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾ സോൾവ് ചെയ്യണം. കെമിസ്ട്രിയിലാണെങ്കിൽ നിങ്ങൾ ലൈൻ ബൈ ലൈൻ നിങ്ങൾ NCERT നിങ്ങൾ പഠിക്കണം. കാരണം ഇത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് JEE കിട്ടില്ല, പക്ഷേ ഇതാണ് നിങ്ങളുടെ ബേസ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് കാര്യങ്ങൾ ഒന്നുകൂടി പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കലോത്സവം ഉണ്ടാവും, അതേപോലെ പല ക്ലബ്സ് ഇനാഗുറേഷൻ ഉണ്ടാവും, ശാസ്ത്രമേള ഉണ്ടാവും, മാത്സ് ഫെസ്റ്റിവൽ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. ഇതിലെല്ലാം കൂടി നമ്മൾ മിടുക്കരായിരിക്കും, പക്ഷെ നമ്മളെല്ലാം കൂടി നമ്മൾ പങ്കെടുക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറ്റില്ല. കാരണം നമ്മുടെ ടൈം എന്നുള്ളത് വളരെ കൺസ്ട്രെയിൻഡ് ആണ്. അപ്പോൾ മേ ബി 1-2 കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കെടുക്കാം, പക്ഷേ അതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ പറ്റില്ല എന്നുള്ള കൃത്യമായ ബോധ്യം വേണം. നമ്മുടെ പഠനത്തെ തന്നെ JEE പ്രിപ്പറേഷനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, നമ്മളെ നെഗറ്റീവ് അടിച്ച് നമ്മളെ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഗവൺമെൻറ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും പഠിച്ച ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളത്. അതേപോലെ തന്നെ നമ്മളെന്തിനാണ് ഈ സ്കൂൾ ലൈഫിൽ എൻജോയ്മെൻ്റ് ഒക്കെ നമ്മൾ ഒഴിവാക്കി കളയുന്നത്, നമുക്ക് പിന്നെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്താൽ പോലെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പുല്ല് വരെ കൽപ്പിക്കരുത്. ഓക്കെ, ഒരിക്കലും ആ അഡ്വൈസ് എടുക്കരുത്. എസ്പെഷ്യലി ഇമ്മീഡിയറ്റ് സീനിയേഴ്സ് എന്നുള്ള അഡ്വൈസ് ഒരിക്കലും എടുക്കരുത്. ഓക്കെ, ഏറ്റവും തലപൊളിഞ്ഞ അഡ്വൈസ് തരിക ഇമ്മീഡിയറ്റ് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അതൊന്നും വിശ്വസിക്കാതെ നിങ്ങളുടെ ഡ്രീംസിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി പഠിക്കുമ്പോഴുള്ള കുറച്ച് ടിപ്സ് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ പറയാം.